ഒന്നും കൂടി വരിക, പിടിച്ചിട്ട് കിട്ടുന്നില്ല. തമ്പ്രാൻകുട്ടിയുടെ ബാധ നേരെ ഓന്റെ ദേഹത്താ കയറിക്കണേ. നീ എന്താ ചെയ്യാ? ഇതിലും വലിയ ഒടിയന്മാരെ ഞാൻ പിടിച്ചു കെട്ടിയതാ. ഓനെ കൊണ്ടുപോയി കുളത്ത് കൊണ്ടേ കെട്ടിയിരുത്തടാ. ഇതോ ഹിതം ധാരീ സ്വമധ്യമക്തവ്യാപക ഇവിടെ കേട്ടിരുത്തടായി കാത്തിരിക്കാൻ. അൽഫാമ് ചൂടാൻ പോന്നിക്കാണല്ലേ? കോഴി അവിടെ? അണക്കുള്ള കോഴി തന്നെയാണ് അത് ഇവിടെ ചുടണത്. ഇവന്റെ ശരീരത്തിൽ കയറിയിരിക്കുന്ന ആത്മാവേ ഒഴിഞ്ഞു പോകാൻ നിനക്ക് എന്താണ് വേണ്ടത്? 50 കൊല്ലം മുമ്പ് ഞാനിവിടെ പണിയെടുത്തിട്ട് 2 മാസത്തെ കൂലി തരാതെ പട്ടിണി കിട്ടുന്ന കൊന്നില്ല ഈ തമ്പ്രാക്കന്മാര്. ആ കൂലിയും അതിന്റെ പലിശയും തരാതെ ഞാൻ ഈ കളം മുട്ടിവിടുന്ന് പോവില്ല. എടാ കാര്യസ, നിങ്ങളെ തമ്പ്രാന്മാര് കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത ക്രൂരകൃത്യങ്ങളാണ് ഇവരുടെ മേല് ബാധ എന്ന് കൂടിക്കണം. അറിയാങ്ങൾക്ക് ഇവിടുത്തെ തമ്പ്രാൻകുട്ടിയുടെ ദേഹത്തും ആ ബാധയാണ് വേറിയിരുന്നത്. അധ്വാനിച്ചതിന് കൂലി കൊടുക്കാഞ്ഞാൽ ഇതിലും വലിയ ബാധ വരും. ഒഴിയാ ബാധ. മര്യാദക്ക് ആ 2 മാസം കൂലിയോട് കൊടുക്ക്. കാശായിട്ട് ഇപ്പൊ ഇതുള്ളൂ, ബാക്കി ഞാൻ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തു. ഗൂഗിൾ പേ ചെയ്യണതൊക്കെ ശരിയാണ്, പക്ഷെ എനിക്ക് ആ ശബ്ദമാണ് കേൾക്കണം. ഗൂഗിൾ പേന്റെ ശബ്ദം എനിക്ക് കേൾക്കണം. ഇപ്പൊ ശരിയാണ്. അല്ല, ഇപ്പൊ കേട്ടത് ഗൂഗിൾ പേന്റെ സൗണ്ട് തന്നെ? ഒക്കെ ഡിജിറ്റൽ ശബ്ദല്ലേ? അനക്കും 100 കാലത്തെ പൈസ കിട്ടാണ്ടെന്ന് പറഞ്ഞിട്ടേ അത് കയറ്റിക്കുമേത്ത് പോയിട്ട് പണ്ടത്തെ പൈസ കൊടുക്കാല്ലേണ്. ഗൂഗിൾ പേ ആയാലും മതിയോ എനിക്ക് അല്ലേ? ഈ ബാധയ്ക്ക് ഇനി പൂജയൊന്നും ആവശ്യമില്ല. നല്ല ചൂരൽ കഷായം.